Hello friends, welcome to Shali's kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഡയമണ്ട് കട്ട്സ്. ഇത് ഞാൻ സ്വീറ്റ് ഡയമണ്ട് കട്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ സ്പൈസി ആയിട്ടുള്ള ഡയമണ്ട് കട്ട്സ് ഓൾറെഡി ഒരെണ്ണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അതിനെനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഡയമണ്ട് കട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യണം, എന്നാലും പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഡയമണ്ട് കട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 1.5 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ ഒരു എഗ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് ഉള്ള ഇത് ഞാൻ പറഞ്ഞു തരാം എത്രയാണെന്നുള്ളത്. ആദ്യം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ആദ്യം നമുക്ക് മൈദ എടുത്തിട്ട് ഇതിലിടാം. പിന്നെ എഗ്ഗ് ഞാനത് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. നമ്മളിത് ഡയമണ്ട് കട്ട്സ് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പിൽ ഇതിങ്ങനെ വിളയിച്ചെടുക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ സ്വീറ്റ്നെസ് കിട്ടും. ഫ്രൈ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഒരു ഉപ്പിടുന്നത്. ആദ്യം ഇത് നമുക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണത്. നല്ല ഈസിയാണത്. ഒരു 5-10 മിനിറ്റ്സിൽ റെഡി ആവുന്നത്. ജസ്റ്റ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കും മാത്രം. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഇടുന്നെന്നുണ്ടെങ്കിൽ ഇടാം. ഞാൻ ബേക്കിംഗ് സോഡ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഓക്കെ. അപ്പം ഞാനിത് ഇപ്പോൾ ഒരു ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്ക് ഇതാക്കുന്ന പോലെ ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പകുതിയാക്കിയിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം. ഓക്കെ. ഞാനിപ്പോൾ ഇത് 3 ഉരുളകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ജസ്റ്റ് കുറച്ച് ഞാനിപ്പോൾ ഇത് 3 ഉരുളകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ജസ്റ്റ് കുറച്ച് പൊടിയിട്ടിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ സൈഡ് വൈസ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയമണ്ടിൻ്റെ ഷേപ്പ് കിട്ടും. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതെല്ലാം നമുക്ക് മെല്ലെ ഈ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു ഡയമണ്ടിൻ്റെ ഷേപ്പ്. ഇതെല്ലാം നമുക്ക് ഞാനിപ്പോൾ എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഉരുളകളും ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഡയമണ്ട് കട്ട്സും 2 പ്ലേറ്റിലാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് കട്ട്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. ഇപ്പോൾ ഇത് ഓയിൽ ചൂടായിട്ടുണ്ട്.
ഇത് നോക്കൂ, ഇത് പൊന്തി വന്നിട്ടുണ്ട്. ആൻഡ് ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ ഇത് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റിയിടാം. നമുക്ക് എന്ത് ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഡയമണ്ട് കട്ട്സും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ടാമത്തെ ട്രിപ്പും ഡയമണ്ട് കട്ട്സ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേഗം പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ 3/4 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്, പഞ്ചസാര. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു നൂൽ പരുവത്തിലാവുമ്പോൾ നമുക്ക് ഡയമണ്ട് കട്ട്സ് ഇട്ടിട്ട് ഇത് വിളയിച്ചെടുക്കാം. ഇത് പഞ്ചസാര ഒക്കെ അത് മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതൊരു നൂൽപ്പൂരം ആവട്ടെ. എന്നിട്ട് നമുക്ക് ഡയമണ്ട് കട്ട്സ് ഇതിൽ ഇട്ട് വെക്കാം. അപ്പം ഷുഗർ സിറപ്പ് എടുത്തിട്ട് നമ്മൾ 2 കയ്യിലിട്ടിട്ട് ഇങ്ങനെ ആക്കി വരുമ്പോൾ ഇതൊരു സ്ട്രിങ് കൺസിസ്റ്റൻസി കണ്ടു, നൂല് പോലെ വരണം. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇതിട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഡയമണ്ട് കട്ട്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നൂൽപ്പരുവായിട്ടുണ്ട്. ഇനിയിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാ ഭാഗം ഈ ഷുഗർ സിറപ്പ് കോട്ടാണ്. ഇപ്പം തന്നെ കണ്ടോ, നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടില്ലേ ഷുഗർ സിറപ്പ് ഇതായിട്ട്. ഇനി ഇത് തണുക്കാൻ വെക്കുക. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഷുഗർ സിറപ്പ് ഇങ്ങനെ ഇതിൻ്റെ ഡയമണ്ട് കട്ട്സിന് ഇങ്ങനെ കോട്ടായിട്ട് നല്ല ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് തണുത്ത് വെച്ചതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡയമണ്ട് കട്ട്സ് ഇതെല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസി അല്ല ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.